ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമർ മിണ്ടുന്നില്ല നബിയേ, ഉമർ എന്നോട് സംസാരിക്കുന്നില്ല നബിയേ, ഉമർ എന്നോട് മിണ്ടുന്നില്ല നബിയേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അബൂബക്കർ തങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തെന്നറിയോ എന്റെ ഉമറേ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ അബൂബക്കറിനെയാണ്. എനിക്ക് താങ്ങും തണലുമായി നിന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് പട്ടിണി കിടന്നിട്ടുണ്ട് പറേ, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ ചീത്ത വിളിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ആ സമയത്ത് എനിക്ക് സമാധാനിപ്പിച്ചത്, സമാശ്വാസത്തിന്റെ കുളിർ തന്നലായി എന്റെ സമീപത്തേക്ക് കടന്നു വന്നത് എന്റെ അബൂബക്കറാണ് പറേ. മാത്രമല്ല, എനിക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നപ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി തന്നവരാണ് എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഉമറിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഈ സംഭവം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരാളെയാണോ, ഇങ്ങനെയുള്ള എന്റെ അബൂബക്കറിനെയാണോ നിങ്ങൾ വേദനിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള അബൂബക്കറിനെയാണോ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നത്? ഇങ്ങനെയുള്ള അബൂബക്കറിനെയാണോ നിങ്ങൾ വേദനിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം പിന്നീട് ഒരിക്കൽ പോലും അബൂബക്കർ ഒരു വാക്ക് കൊണ്ടുപോലും ഉമർ തങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. ഒരു സ്വഹാബികൾ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മോശമായി പെരുമാറിയിട്ടില്ല. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ പറയാൻ, അതിനെതിരെ ശബ്ദിക്കാൻ ഒരു സ്വഹാബി പോലും കടന്നു വന്നിട്ടില്ല. കാരണം എന്തെന്നറിയോ? വഹബ്ബു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു.